കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ചാണ്ടി ഉമ്മൻ MLA മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. നമ്മുടെ കേസിനെ ബാധിക്കുന്നു. കാരണം നിങ്ങൾക്കറിയാം, ഇന്നത്തെ ലോകത്ത് ഞാനിപ്പോൾ സംസാരിക്കുന്നവരും അവർ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ട്രാൻസ്ലേറ്റ് കൊടുക്കാൻ ആൾക്കാരുമുണ്ട്. അതുകൊണ്ട് ഇത് ഒരു ഇഷ്യൂ ആയി വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് അങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു തലത്തിലേക്ക് ഒന്നും നമുക്ക് ചർച്ചകൾ വേണ്ട. ഇതിനകത്ത് ഇടപെട്ട എല്ലാവരോടും കാന്തപുരം ഉസ്താദ് അടക്കം, അതിന് ഗവർണർ അടക്കം, അതിനായ സജൻ ലത്തീഫ് അടക്കം, ആക്ഷൻ കൗൺസിൽ, നമുക്കറിയാം ആക്ഷൻ കൗൺസിൽ കേസ് വരെ കൊടുത്തിരിക്കുക. ഇത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്, കേന്ദ്ര സർക്കാരിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷൻ കൗൺസിൽ കേസ് കൊടുത്തിരിക്കുക. അതുപോലെ അഡ്വക്കേറ്റ് ദീപ ജോസഫ് വലിയ പ്രവർത്തനമാണ് വർഷങ്ങളായി അവർ ഈ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി അവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി ഫാക്ടേഴ്സ്, ഒത്തിരി ആൾക്കാർ കഠിനമായ ശ്രമം, നിങ്ങൾക്കറിയാം എൻ്റെ പിതാവിൻ്റെ അവസാനത്തെ ആഗ്രഹവും അതുതന്നെയായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ശ്രമത്തിനെ നമ്മൾ ആ തലത്തിൽ കണ്ടാൽ മാത്രം മതി. ഇതിനെയും നമ്മൾ വളരെ സൈലൻ്റായി ഉള്ള പ്രവർത്തനമായിരിക്കും കൂടുതൽ ഉചിതം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഏത് സെക്കൻഡിലും നമ്മൾ പോസിറ്റീവ് അല്ലേ? കാരണം 16 എക്സിക്യൂഷൻ വെച്ചിരുന്ന ഒരു കുട്ടിയുടെ ജീവിതം 15 രക്ഷിച്ചു എന്നുള്ളത് ആ ഒരു പോസിറ്റീവ് സൈൻ അല്ലേ? ആ പോസിറ്റീവ് സൈൻ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ആ പോസിറ്റീവ് സൈൻ ഇപ്പോഴും നമ്മൾ വെച്ച് മുന്നോട്ട് പോകുന്നു. അതിനകത്ത് ഇനിയും ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ചർച്ചകൾ നടത്താൻ വിവിധ തലത്തിൽ പ്രവർത്തനം നടക്കുന്നു. ആ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ സാധിക്കത്തില്ല. ഇതിനകത്ത് എൻ്റെ കൂടെയുള്ള ശ്രീ സാജൻ ലത്തീഫ്, അദ്ദേഹം നടത്തിയ പ്രവർത്തനം, ഒത്തിരി ആളുകൾ അതേപോലെ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതെല്ലാം പോസിറ്റീവായിട്ട് തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാന്തപുരം ഉസ്താദിൻ്റെ റോള് അത് സംശയം ഇല്ലാത്ത വിധം, ഇനി എനിക്കിത് ചിലരൊക്കെ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നതാണ്. ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ, ദൈവത്തെ ഓർത്ത് ഈ ഒരു വിഷയത്തിലെങ്കിലും തെറ്റിദ്ധാരണകൾ നമ്മൾ തമ്മിൽ വേണ്ട. തെറ്റിദ്ധാരണകൾ പരത്താൻ ശ്രമിക്കരുത്. നമ്മൾ ഒന്നായി മാനുഷികമായൊരു പ്രവർത്തനമാണ്. ഇതിന് രാഷ്ട്രീയം കാണരുത്. ഞാനത് പറഞ്ഞത്, ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. ഇതിനകത്ത് ആ കുട്ടിയുടെ മോചനമാണ് നമ്മുടെ എല്ലാം ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടന്നെടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ ശ്രമങ്ങൾ തുടരട്ടെ. കേന്ദ്ര സർക്കാരിൻ്റെ നയം എന്നുള്ളത് പുറത്തു നിന്ന് ആരും ഇടപെടണ്ടെന്നാണ് ഞാൻ പത്രത്തിൽ വായിച്ചത്. കഴിഞ്ഞ ദിവസം ഞാൻ ലേറ്റായിട്ടാണ് കണ്ടത്. അങ്ങനെ ഒരു നയം അവരെടുത്തിട്ടുണ്ടെങ്കിൽ അത് ആലോചിക്കണം എന്ത് വേണമെന്നുള്ളത്. അപ്പം അതൊക്കെ ആലോചിച്ചിട്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ. ഏത് പോയിന്റിലാണ് ഉസ്താദിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഇങ്ങനെ ഒരു സൊല്യൂഷനിലേക്ക് വരുമെന്നൊരു തോന്നൽ? അല്ല, അദ്ദേഹത്തിന് അന്താരാഷ്ട്ര തലത്തിലുള്ള ബന്ധങ്ങൾ, അദ്ദേഹത്തിന് സ്പിരിച്വൽ ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ട് എന്നെനിക്കൊരു തോന്നൽ വന്നു. അദ്ദേഹം അത് കറക്റ്റാണെന്ന് തെളിയിക്കുകയും ചെയ്തു. അദ്ദേഹം യമനിൽ അദ്ദേഹത്തിന് അടുത്ത ഒരു അനുയായി ഷെയ്ഖ് ഹബീബ്, അങ്ങനെ ഒരു ഉമർ, അദ്ദേഹവുമായിട്ടൊരു ബന്ധമുണ്ട് എന്നുള്ളത് അപ്പോൾ തന്നെ തെളിഞ്ഞു വന്നു. അപ്പോൾ തന്നെ അദ്ദേഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അദ്ദേഹം പലരും ആൾക്കാരും അവിടുത്തെ ലീഗൽ